ഹായ് മക്കളെ, ചൈന വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ടീച്ചർമ്മ ഓരോ ദിവസവും ഓരോ വ്ളോഗാക്കി ഇടുന്നതായിരിക്കും. അപ്പോൾ 10 ദിവസമാണ് നമുക്ക് ചൈന ട്രിപ്പ് ഉള്ളത്. 10 ദിവസത്തെ 10 വ്ളോഗ് ഇടാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വ്ളോഗ് തീർച്ചയായിട്ടും കണ്ടിട്ട് നല്ല നല്ല കമന്റ്സ് ഇടണം കേട്ടോ. നമ്മളിപ്പോൾ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിലാണുള്ളത്. നമ്മൾ കറക്റ്റ് 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി 12 മണിക്കാണ് ഫ്ലൈറ്റ്. നമ്മൾ നാളെ ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴേ ചൈനയിൽ എത്തിയിരിക്കും. ഇന്ത്യൻ ടൈം ചൈന ടൈം 1 മണി. അപ്പം നമുക്ക് ഇന്ത്യൻ ടൈം ഏകദേശം 2-3 ആകുമ്പോഴത്തേക്ക് എത്തും. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടീച്ചർമാർ ചൈനയിൽ ചെല്ലുമ്പോൾ ഞങ്ങളെ മറക്കരുത് വ്ളോഗ് ഇടണമെന്ന്. നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ടീച്ചർമാർ എന്തായാലും വ്ളോഗ് ഇടുന്നതായിരിക്കും. അപ്പം ഞാനുണ്ട്, പിന്നെ ചേട്ടനുണ്ട്. ക്യാമറ തിരിച്ചു കാണിക്കൂ. ഇത് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റാണ് വല്യച്ഛൻ, അഞ്ചേട്ടൻ്റെ ചേട്ടനാണ്. അതുപോലെ അമലും ഉണ്ട്. അപ്പം ഞങ്ങൾ 5 പേരാണ്. കണ്ണൻ ക്യാമറയ്ക്ക് പിന്നിലുണ്ട്. അപ്പോൾ നമ്മൾ 5 പേരാണ് ചൈനയ്ക്ക് പോകുന്നത്. നിങ്ങളും ടീച്ചറമ്മയ്ക്കൊപ്പം പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പോകുന്നോളൂ. എല്ലാവരും എക്സൈറ്റഡ് അല്ലേ? എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു യെസ് എന്ന് കമൻറ്റ് ഇടും കേട്ടോ. നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ചെക്കിങ് കഴിഞ്ഞിട്ട് വേണം അത് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ബാഗേജിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അത് എസ്കലേറ്ററിൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മുകളിൽ ചെന്നിട്ട് നമുക്ക് 11:45 എന്തോ ആണ് ഗേറ്റ്, 11:05 ഗേറ്റ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് സമയമുണ്ട്. ഇനി ബാക്കിയുള്ള സെക്യൂരിറ്റി ക്ലിയറൻസ് ഒക്കെ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. വെൽക്കം ടു ചൈന ട്രിപ്പ്. നേരെ നോക്കി പോകും, മറിഞ്ഞു വീഴ്. അപ്പം അതൊക്കെ ഇറങ്ങിക്കോ. യെസ്, അപ്പോൾ എല്ലാവരും വിഷ്വലൈസ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചൈന ട്രിപ്പ് മാനിഫെസ്റ്റ് ആവട്ടെ എന്ന് ടീച്ചറമ്മ ബ്ലസ് ചെയ്യാണ്. ചേട്ടാ, ഇനി എങ്ങോട്ടാ? ഇമിഗ്രേഷൻ. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനി ഒരു ഫിൽറ്റർ കോഫി കുടിക്കാമെന്ന് വിചാരിച്ച് ചേട്ടനും പിള്ളേരും കൂടെ ഫിൽറ്റർ കോഫി ഓർഡർ ചെയ്യാനായിട്ട് പോയേക്കാണ്. ഇപ്പോൾ 10:30 ആയിട്ടുള്ളൂ സമയം. ഇനി 11:05 നമ്മുടെ ബോർഡിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്തത് നമ്മുടെ മൊബൈലൊന്ന് ആക്റ്റീവ് ആക്കാം. അപ്പോൾ ഇനി നമ്മളടുത്ത് ചെയ്യാൻ പോണത് ഇൻ്റർനാഷണൽ റോമിംഗ് എടുക്കാൻ പോകണം. നമ്മൾ അവിടെ ഈ സിം മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ 2 ഫോണിൽ അല്ലെങ്കിൽ 3 ഫോണിൽ ഈ സിം എടുത്തിട്ടുണ്ട്. ഈ 3 ഫോണിൽ നമ്മൾ ഇൻ്റർനാഷണൽ റോമിംഗ് റീചാർജ് ചെയ്യണം. അപ്പോൾ 2000 റുപ്പീസാണ് വരുന്നത്. 10 ദിവസത്തേക്ക് 10 GB, ടോട്ടൽ 10 GB ഉള്ളൂ. 10 GB 2000 റുപ്പീസ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോവുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇതാണ് ഇത്. എങ്ങനെയാവും, എന്താണെന്നുള്ളതിനെക്കുറിച്ച് തന്നെ അറിയാം. സത്യം എക്സൈറ്റ്മെൻറ്റ്. ഒരു എത്ര 12 വർഷങ്ങൾക്ക് ശേഷം 2014 ഞാൻ തിരിച്ചു വന്നത്. അതിന് ശേഷം വീണ്ടും ഞാൻ ഫ്ലൈറ്റിലോട്ട് കയറാനുള്ള ഇതാണ്. ആ ക്യൂരിയോസിറ്റി ഭയങ്കര തീർച്ചയായിട്ടും ഈ എയർപോർട്ട് തന്നെ നമുക്ക് കാണുമ്പോൾ നമുക്ക് ആ ക്യൂരിയോസിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഫിൽറ്റർ കോഫി എത്തിയിട്ടുണ്ട്. ഫിൽറ്റർ കോഫി എങ്ങനെയുണ്ട് ചേട്ടാ? കൊള്ളാം, സൂപ്പർ കോഫി. നമ്മുടെ ബോർഡിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ ഗേറ്റ് നമ്പർ 4 പോവുക. ഗേറ്റ് നമ്പർ 4 ഞങ്ങളുടെ 6ാമത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ് ചൈന എന്ന് പറയുന്നത്. പിള്ളേർക്ക് അവരുടെ 5ാമത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. സിംഗപ്പൂർ പോയപ്പം അവർ വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇവിടെ പ്ലേ ടോപ്പിയ എന്ന പേരിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾ കളിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഗേറ്റ് ആ ഭാഗത്താണ്. നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം. യെസ് വി ആർ എക്സൈറ്റഡ് ഫോർ ചൈന ട്രിപ്പ്. ചൈനയെക്കുറിച്ച് കണ്ടറിയാം. അല്ല, ഒന്നും നമുക്ക് പ്രത്യേകിച്ച് അവരുടെ ഇൻഫർമേഷനോ കാര്യങ്ങളൊന്നും അവർ പുറത്തുവിടാറില്ല. അതുകൊണ്ട് നമുക്ക് അറിഞ്ഞൂടെ. ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെയല്ലല്ലോ. ബാക്കിയുള്ള രാജ്യം നമുക്ക് അറിയാം, ഒരു ഊഹം കാണും. പക്ഷെ ചൈന എങ്ങനെയാണെന്ന് ഒരു ഊഹം ഒന്നും അറിഞ്ഞൂടാ. നമുക്ക് ഒരു ഐഡിയയും ഇല്ല. അപ്പോൾ നമുക്ക് കണ്ടറിയാം. ഇത് എയർപോർട്ടിനകത്തുള്ളൊരു ബുക്സിൻ്റെ ഷോപ്പാണ് കേട്ടോ. നമ്മൾ ചുമ്മാ അതിങ്ങനെ വായി നോക്കി നടക്കുകയാണ്. വ്ളോഗിങ് നമുക്ക് നല്ല വശമില്ലാത്തതുകൊണ്ട് തന്നെ ചെറിയൊരു ചമ്മലുണ്ട്. അപ്പോൾ വ്ളോഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊരു കറക്റ്റ് ഐഡിയ ഇല്ല. അപ്പോൾ നമ്മുടെ വ്ളോഗ് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. കമൻറ്റിൽ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം. അതിനനുസരിച്ച് ഇനിയുള്ള ദിവസങ്ങളിലെ വ്ളോഗ് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ബോർഡിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മുടെ സീറ്റ് നമ്പർ 25-26 നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ് മക്കളെ. ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. ഞങ്ങളിനി അടുത്ത വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന രാജ്യം US ആണ് കേട്ടോ. ചൈന കാണാൻ എല്ലാവരും എക്സൈറ്റഡ് ആണ് കേട്ടോ. ചൈനയൊക്കെ വലിയൊരു സ്വപ്നമായിരുന്നു. അപ്പോൾ ഇത്തവണത്തെ ട്രിപ്പ് ഏറ്റവും അടിപൊളിയാകും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളെല്ലാവരും പോവാണ്.
എയർപോർട്ടിൽ വന്നപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റി. ഓരോരുത്തരും വന്നു, കണ്ടു, സംസാരിച്ചു, സെൽഫിയൊക്കെ എടുത്തു. ഒരുപാട് സന്തോഷം. നമ്മളെ ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ട്. ടീച്ചറമ്മയല്ലേ എന്ന് പറഞ്ഞ് ഓടി വരുമ്പോൾ ഒത്തിരി സന്തോഷമാണ് കേട്ടോ. കോലാലംപൂർ നമ്മൾ മലേഷ്യയാണ് അല്ലേ? മലേഷ്യയല്ലേ? മലേഷ്യയിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്നാണ് നമ്മുടെ അടുത്ത കണക്റ്റിംഗ് ഫ്ലൈറ്റ്. കോലാലംപൂരിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഗോങ്ഷുവിലേക്കാണ്. താങ്ക് യു. ഫ്ലൈറ്റിലേക്ക് കയറിയപ്പോഴേ നമ്മുടെ ക്യാബിൻ ക്രൂ പറഞ്ഞു, ഐ ലൈക്ക് യുവർ ഡ്രസ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ടീച്ചറുമ്മയുടെ ഡ്രസ്സ് എന്ന കമൻറ്റിൽ തീർച്ചയായിട്ടും ഇടണം കേട്ടോ. ഇതാണ് കേട്ടോ ടീച്ചറുമ്മയുടെ ഇന്നത്തെ അറ്റയർ. എല്ലാവർക്കും ഒരുമിച്ചല്ല സീറ്റ്. ഞാനും അഞ്ചേട്ടനും ഒരു അടുത്തടുത്ത സീറ്റിലും വല്യച്ഛനും മക്കളും വേറെ സീറ്റിലുമാണ്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് കയറി നമ്മുടെ സീറ്റിലിരിക്കുകയാണ്. ചേട്ടാ പറയൂ, എന്താണ് തോന്നുന്നത്? ചൈനയിലേക്ക് പോകാൻ എക്സൈറ്റഡ് അല്ലേ? ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും. വല്യച്ഛനും മക്കളും മുന്നിലാണ് സീറ്റ്. നമുക്ക് രണ്ടർക്കും ഇവിടെ സീറ്റ് കിട്ടി. നമ്മൾ ഏകദേശം ബാക്കിലായിട്ടാണ് നമ്മുടെ സീറ്റ് വരുന്നത് കേട്ടോ. വലിയ ഫ്ലൈറ്റ് ആണല്ലേ. ഇനി ഒരു 4.5 മണിക്കൂർ നമ്മൾ ഫ്ലൈറ്റിലായിരിക്കും. മലേഷ്യയിലല്ലേ? 6:45 എത്തും കോലാലംപൂർ. മലേഷ്യയുടെ തലസ്ഥാനമാണോ കോലാലംപൂർ അല്ലേ? മലേഷ്യ കോലാലംപൂർ ആണെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ 9 മണിക്കാണ് അവിടുന്ന് അടുത്ത ഗോങ്ചുവിലേക്കുള്ള ഫ്ലൈറ്റ്. ഗോങ്ചുവിലൊരു സർപ്രൈസ് ഉണ്ടല്ലോ. എന്താണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തൂല, വഴിയെ പറയാം. നമ്മുടെ വ്ളോഗ് കറക്റ്റായിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ നല്ല സപ്പോർട്ട് തരണം കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പരിശ്രമ വ്ളോഗ് ഇടുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. നല്ല പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളൊക്കെ വരുമ്പോഴാണ് ടീച്ചറമ്മയ്ക്ക് വീണ്ടും വ്ളോഗ് ചെയ്യണമെന്ന് തോന്നുന്നത്. നമ്മളൊരു ബിസിനസ് പർപ്പസിന് കൂടെയാണ് നമ്മൾ ചൈനയിലേക്ക് പോകുന്നത്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. സോ കണക്റ്റായിരിക്കുക. ലവ് യു ഓൾ. നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡ് എത്തി. അപ്പോൾ ഇത് മിൽമയുടെ കേട്, പിന്നെ കട്ട്ലറീസ്, ഇത് പാസ് ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരിത്, പിന്നെ ഇത് പീനട്ട് റോസ്റ്റഡ് പീനട്ട്സ്, പിന്നെ കുറച്ച് സാലഡ്, ഇത് ഗുലാബ് ജാമുനാണ്. പിന്നെ നമുക്കുണ്ടായിരുന്നത് ഒരു കുപ്പി വെള്ളമുണ്ട്. അതുപോലെ തന്നെ ഒരു കപ്പ് തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് കൊക്കക്കോളയോ ഫ്രൂട്ട് ജ്യൂസോ ഒക്കെ മേടിക്കാം. ഗുലാബ് ജാമുൻ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഒരു പറാത്ത, അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ, പിന്നെ ചിക്കൻ ബിരിയാണി വിത്ത് എഗ്ഗ്, അത്രയൊക്കെ ആയിരുന്നു കേട്ടോ. മലേഷ്യൻ എയർലൈൻസിലെ എയർ ഹോസ്റ്റസിൻ്റെ യൂണിഫോം ഇതാണ് കേട്ടോ. നമ്മളിപ്പോൾ മലേഷ്യ എയർപോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ സമയം 4 അല്ലേ, 4:30 ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടുന്ന് 9 മണിക്കാണ് ഇനി നമ്മൾ ഗോങ്ചുവിലേക്ക്, ചൈനയിൽ ഗോങ്ചു എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ആ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടത്തേക്കുള്ള ഫ്ലൈറ്റ് 9 മണിക്കാണ്. അപ്പോൾ നമുക്ക് സമയമുണ്ട്. ജസ്റ്റ് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് വന്നു. ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഫ്ലൈറ്റിന് ഗോങ്ചുവിലേക്ക് പറക്കാം.